ഹലോ ഡിയേഴ്സ്, കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരത്തെ ഒരു വ്ളോഗുമായിട്ടാണ്. നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാല് തിളപ്പിച്ചായിരുന്നു. അപ്പം ആ പാലിങ്ങനെ തിളച്ച് നോക്കിയാണ്, അപ്പോൾ അത് ക്ലിയർ ചെയ്യാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം ഞാൻ പിള്ളേർക്ക് ഈ പറഞ്ഞ ഗോതമ്പ് കഞ്ഞി കൊടുക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ കൊടുത്തതിൻ്റെ ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോതമ്പ് വേവിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതിലേക്ക് പാലൊഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കുട്ടികൾ ദൈവം സഹായിച്ച് രാവിലെ കഴിച്ചിട്ട് ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് കഴിക്കുമെങ്കിൽ, അതായത് അന്ന് തന്നെ വേറൊരു പ്രാവശ്യം കഴിക്കണമെങ്കിൽ ഗോതമ്പ് കഞ്ഞി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഒരു സാധനം അവർക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല വെച്ചാൽ തുപ്പിക്കളയാണ്. ഇത് മാത്രം വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ, അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര കുറച്ചുകൂടെ പഞ്ചസാരക്കാളും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഈ ഉപ്പും ജീരകം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഗോതമ്പിലേക്ക് നമ്മൾ പാലും ശർക്കരയും ഇട്ട് നല്ലപോലെ കുറുക്കി കൊടുക്കുക, വേവിച്ച് കൊടുക്കുക എന്നുള്ളതുള്ളൂ. വൈകുന്നേരം ഇപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, പക്ഷേ അവർക്കത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ മാക്സിമം പൊടിക്കാനത്രയും പൊടിക്കും, എന്നിട്ട് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേവിച്ചിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാലൊക്കെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തിലാക്കിയാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഈ കുട്ടികൾക്കുള്ള അതിന് വലിയവർക്ക് എന്നെ എടുക്കും എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴത്തേക്കാണ് ഫ്രിഡ്ജിൽ കുറച്ച് ചീനിക്കിഴങ്ങ്, അതായത് ഞങ്ങളുടെ നാട്ടിൽ ചീനിക്കിഴങ്ങ് എന്നാണ് പറയുന്നത്, നിങ്ങളവിടെ എന്താണ് പറയുന്നത്, ചീനിക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും. അപ്പം ആ ഒരു സാധനം വലിയവർക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആലോചിക്കുമായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ശർക്കര പാത്രം കാണിച്ചത് ശർക്കര കഴിയാറായെന്ന് ഞാൻ ഒന്ന് ഓർത്തപ്പോഴത്തേക്ക് അത് കാണിച്ചാണ്. അപ്പം ഈ ചീനിക്കിഴങ്ങ് കണ്ടില്ലേ, ഇത് 2 ടൈപ്പിലുണ്ട്. ഇപ്പോൾ നമുക്ക് റെഡ് കളറിലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ചെണ്ട പുഴുങ്ങുക എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് അപ്പച്ചമ്പിനകത്തിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ആവി കയറ്റിയെടുക്കുക. അപ്പം ഇതിൻ്റെ കൂടെ വളരെ സ്പെഷ്യലായിട്ട് ഉള്ളൊരു ചമ്മന്തിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ചമ്മന്തി വെച്ച് ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റാണ്. എനിക്ക് പ്രത്യേകിച്ച് ഞാനത് വളരെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ പച്ചമുളക് കുറച്ചെടുത്തിട്ട് അതിലേക്ക് വലിയ ഒരു സവോള ഇങ്ങനെ 4ആയിട്ട് കീറിയിടും. എന്നിട്ട് ഇച്ചിരി നമ്മുടെ പുളിയില്ലേ, വാളം പുളിയും പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും. പറയുമ്പോൾ വായിക്കാത്തൊരു വെള്ളം വരുവാണ്. എന്നിട്ട് ഈ അരച്ചെടുത്ത മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ആഡ് ചെയ്യും. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ തീരാറായി, അതാണ് ചെറുതായിട്ട് ഒഴിക്കുന്നത്. അപ്പം കുറച്ചേറെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറേ നല്ലതാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ വരും. ഇത് നമ്മുടെ വെന്ത ചൂട് ചീനിക്കിഴങ്ങിൽ ഈ ചമ്മന്തി ഇങ്ങനെ മുക്കി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.